എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തരും. അതോടൊപ്പം നിങ്ങളൊന്ന് ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചടപടാന്ന് വീഡിയോ കാണാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റായിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. അപ്പോൾ നല്ല മനസ്സിനുടമകൾ എല്ലാവരും കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും അതിനുള്ള മറുപടി തരാനും ഞാനിവിടെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടിന് തോക്ക്, വെടി, പുക, ജഗപുക എന്തൊക്കെയോ ഈ നാട്ടിൽ സംഭവിക്കുന്നു. അതായത് ഇപ്പം നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരന് മറ്റൊരു പുള്ളിക്കാരിയായിട്ട് പ്രണയം. ഈ മറ്റൊരു പുള്ളിക്കാരി എന്ന് പറയുന്നത് മറ്റൊരു പുള്ളിക്കാരൻ്റെ ഭാര്യയാണ്. അതായത് കുറച്ചും കൂടെ നമ്മൾ ജെന്യൂനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരിയായിട്ട് അവിഹിതം. അതിന് ഈ പുള്ളിക്കാരിയുടെ ഭർത്താവിനെ വെടിവെച്ച് അങ്ങ് കൊന്നു. നിസ്സാരമായിട്ടുള്ള സാധനം അല്ലേ, കൊള്ളാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടാവും. നമുക്ക് ആദ്യം വാർത്ത കണ്ട് തന്നെ തുടങ്ങാം. 49-കാരനെ വെടിവെച്ച് കൊന്നു. രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തുമെന്ന് സൂചന നൽകി പ്രതി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. തോക്ക് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് 1 മണിക്കൂർ മുൻപ്. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളുമെന്നുറപ്പ് എന്നാണ് പോസ്റ്റിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷവും പോസ്റ്റ് ഇട്ടു. വെടിയുതിർത്ത് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന്. അപ്പോൾ അതാണ് നമ്മുടെ അണ്ണൻ്റെ ടാസ്ക്. അണ്ണൻ്റെ ഫേസ്ബുക്കിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം കേട്ടോ. അണ്ണൻ്റെ ഫേസ്ബുക്കിനകത്തുടനീളം അണ്ണൻ പ്രണയ നൈരാശ്യം, പ്രണയിച്ച് കൂടെ നിന്നതിൻ്റെ കഥ, ഇത്തരത്തിലുള്ള വലിയ തത്വചിന്തകളും ജ്ഞാനങ്ങളും ഒക്കെയാണ് അണ്ണൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ണൻ ഇട്ടൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതായത് ഈ എണ്ണ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, അയ്യപ്പനും കോശിയിലെ ബിജു മേനോൻ്റെ പടമാണ് അണ്ണൻ കവർ പിക്ചറായിട്ടില്ല, പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ നിന്നും ഇൻസ്പയർഡ് ആയതാകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് കൊലപാതകം നടന്നത് സിനിമയുടെ നെഞ്ചത്തോട്ടാണല്ലോ, നമുക്കും അത് അങ്ങനെ തന്നെ കൊടുക്കാം. ഇനി അണ്ണൻ്റെ കുറച്ച് വാർത്തകളൂടെ കേട്ടിട്ട് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരാം കേട്ടോ. പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി സന്തോഷിന് സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം തുടരാൻ സാധിക്കാതെ വന്നതാണ്, അല്ലെങ്കിൽ അതിന് രാധാകൃഷ്ണൻ തടസ്സം നിന്നതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതായത് ഈ പുള്ളിക്കാരൻ്റെ, അതായത് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത്. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് സന്തോഷ് എന്ന് പറയുന്ന കൊന്നയാൾ വീട് പണിക്കായിട്ട് കടന്നു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ രാധാകൃഷ്ണൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ പരിപാടിക്കൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനെ ചൊല്ലി ഒരു സാമ്പത്തിക തർക്കം ഇവർക്കിടയിൽ നിൽപ്പുണ്ട്. അതൊന്ന്. രണ്ട്, ഓൾറെഡി ഈ സന്തോഷം എന്ന് പറഞ്ഞ കൊന്ന ആളുടെ കൂടെ പഠിച്ചതാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഭാര്യ. അപ്പോൾ ഇവരുടെ തമ്മിലുള്ളൊരു ബന്ധം ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഓൾറെഡി തൂക്കുകയും അതിൻ്റെ പേരിലൊരു കേസ് കൊടുക്കുകയും ആ കേസ് പറഞ്ഞ് ഫുള്ള് കോംപ്ലിമെൻറ്റ്സ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന പകയാണ് ഇതിലേക്കെല്ലാം നയിച്ചത്. നമുക്ക് വാർത്ത കേട്ടിട്ട് പറയാം. ഈ സന്തോഷും ഒപ്പം രാധാകൃഷ്ണന്റെ കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി അടുത്ത സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. ഈ സൗഹൃദത്തെ ചൊല്ലി ഈ രാധാകൃഷ്ണൻ ഭാര്യയെ കഴിഞ്ഞ ദിവസം മർദ്ദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതാണ് പെട്ടെന്ന് കൊലപാതകത്തിന് കലാശിച്ചത്, അതാണ് പ്രകോപനമായത് എന്നാണ് സന്തോഷ് നൽകിയിരിക്കുന്ന മൊഴി. അത് മാത്രമല്ല, അക്കാര്യം കൊലപാതകത്തിന് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ സന്തോഷ് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതായത് താൻ എന്തും സഹിക്കും, പക്ഷേ തന്റെ പെണ്ണിനെ മർദ്ദിച്ചാൽ അത് താൻ സഹിക്കില്ല എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിന് പിന്നാലെ സന്തോഷ് രാധാകൃഷ്ണന്റെ വീട്ടിലെത്തുകയും രാധാകൃഷ്ണനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോയി, നാട്ടുകാരും മറ്റും ഒക്കെ ഇടപെട്ടു. പിന്നാലെ സന്തോഷ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന തോക്കെടുക്കുകയും ആ തോക്കുമായി വന്ന് രാധാകൃഷ്ണന്റെ പണി പൂർത്തിയാകാത്ത വീട്ടിലായിരുന്നു ആ സമയത്ത് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ആ വീടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടേക്ക് എത്തി അവിടെ വന്ന് രാധാകൃഷ്ണന്റെ നെഞ്ചിലേക്ക് സന്തോഷ് വെടി ഉതിർക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാധാകൃഷ്ണൻ മരിക്കുകയും ചെയ്തു. എന്തായാലും രാധാകൃഷ്ണന്റെ മകന്റെ പരാതിയിലാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സന്തോഷിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. രാവിലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു.
അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി. പക്ഷേ ഈ തോക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ തോക്ക് അണ്ണൻ എങ്ങാണ്ട് ഉപേക്ഷിച്ചെന്നാണ് പറയുന്നത്. അണ്ണനെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം അണ്ണൻ അടിച്ച് കിറുങ്ങി ബോധമില്ലാതിരിക്കുകയാണ്. സംഭവിച്ച സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ അണ്ണനും പുള്ളിക്കാരനും തമ്മിൽ, അതായത് രാധാകൃഷ്ണനും സന്തോഷും തമ്മിൽ പ്രശ്നമായി. അതായത് രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ പേരും പറഞ്ഞ് രാധാകൃഷ്ണനും സന്തോഷും പ്രശ്നത്തിലായി. അതിനുശേഷം ഈ പുള്ളിക്കാരൻ, ഈ സന്തോഷ് എന്ന് പറയുന്ന കൊന്നയാൾ നേരെ കുപ്പി മേടിച്ച് 2 ചാമ്പി ആൾ പറ ഫിറ്റായി. അതിനുശേഷം ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഓട്ടോ ഡ്രൈവറാണ്. എല്ലാ ദിവസവും വണ്ടിയുടെ ഓട്ടം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പണി നടക്കുന്ന വീട്ടിലേക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയും ഈ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേനും പൊട്ടിക്കുകയും ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്ന് 1 മണിക്കൂറോളം അണ്ണ ഇരുന്ന് 2-3 കീറ പെഗ്ഗൂടെ ചാമ്പിയിട്ടൊക്കെയാണ് അണ്ണൻ പോയത്. പോലീസ് അവിടുന്ന് കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. ഈ അണ്ണൻ പോയ വഴിക്ക് മറ്റേ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ അണ്ണന് ഗണ്ണ് എവിടെ നിന്നാണ് കിട്ടിയെന്നൊരു ചോദ്യം നമുക്ക് വരുമല്ലോ. ഗണ്ണ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗണ്ണ് 2-3 ആഴ്ച കൊണ്ട് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണല്ലോ. ലൈസൻസ് ഉള്ളതോ ഇല്ലാത്തോ ആയിട്ടുള്ള ഗണ്ണ് പലരും നമ്മുടെ നാട്ടിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അണ്ണന് ഗണ്ണ് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതൊക്കെ പരിശോധിച്ച് വരികയാണ്. കാരണം ഈ തോക്ക് ഇയാൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സേനയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ പരിശീലനമൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി പിന്നീട് ഈ പറഞ്ഞു തീർക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞു തീർത്തെങ്കിൽ അത് വേണ്ട, പറഞ്ഞു തീർത്തെങ്കിലും ആ വൈരാഗ്യം കിടന്നു. അപ്പോൾ സംഭവം ഇതാണ്, അണ്ണൻ ഓൾറെഡി തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ കാട്ടുപന്നിയൊക്കെ വെച്ച് അടിക്കുന്നതിൽ അണ്ണൻ സ്പെഷ്യലിസ്റ്റാണ്. ഇനി ഈ പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്കാണ് വൻ കോമഡി എന്ന് പറയുന്നത്. അതായത് പുള്ളിക്കാരൻ തുമ്മുന്നതും തുപ്പിയതും എല്ലാം ഒരു പ്രണയത്തിൻ്റെ ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ട് അണ്ണൻ അതിനകത്തിടും. അണ്ണൻ ഈ സാധനം, അതായത് ഈ ആളെ മർദ്ദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വധിക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുകയും ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് മരണപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയെ ഈ അവിഹിതം പൊക്കിയതിൻ്റെ പേര് തല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെ ചൊല്ലി ഇവർ തമ്മിൽ മറ്റൊരു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഈ അണ്ണൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. അതെങ്ങനെയാണ് മിസ്റ്റർ താങ്കളുടെ പെണ്ണാകുന്നത്? വേർത്തം കെട്ടി അയാളുടെ ഭാര്യയായിട്ടിരിക്കുന്ന ആൾ എങ്ങനെ താങ്കളുടെ പെണ്ണാവും? നിൻ്റെ കുത്തിക്കഴപ്പല്ലേ, എൻ്റെ ജീവൻ പോയാൽ ഞാനതങ്ങ് സഹിക്കും. ജീവനൊന്നും പോകത്തില്ല, ഇനി ജയിലിൽ കിടന്ന് ഉണ്ടയണം. പക്ഷേ എൻ്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല. ആ പെണ്ണിനെ വേണം ആദ്യം പറയാൻ. ഇറങ്ങിപ്പോകണമെങ്കിൽ ഇവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകണം. അവനെ വേണ്ട, ഇവനെ ഇഷ്ടമെങ്കിൽ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകണം. അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ, സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണ്ടേ. ഇതെന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് പിടികിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ എൻ്റെ ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മൊത്തം ഒരു പ്രണയത്തിൻ്റെ അതിർവരമ്പുകൾ സൃഷ്ടിച്ചുള്ള പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ വിരഹത്തിൻ്റെയോ വരികളാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് മൊത്തം ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന കണ്ടറിയാം ഇദ്ദേഹത്തിന് നല്ല ഭാഷാശുദ്ധിയുണ്ട്. എഴുത്തച്ഛൻ പോലും ഇമ്മാതിരി സാധനങ്ങൾ പടച്ചുവിടാൻ സാധ്യതയില്ല. ഞാൻ വായിക്കാം. എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്നുകൂടി അറിയണം. ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിൽ സ്നേഹത്തിനൊന്നും അധികം ആയുസ്സുണ്ടാവില്ല. അറിവിനേക്കാൾ ഏറെ മഹത്തരമാണ് മനസ്സിലാക്കൽ. നമ്മെ അറിയാത്തവർ ഏറെ ഉണ്ടാകാം, പക്ഷേ മനസ്സിലായവർ വിരളം. ഇനി ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇതുപോലൊക്കെ തന്നെ. ഈ ലോകത്ത് മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം സ്നേഹമില്ല എന്നൊക്കെ ഒരുപാട് അപവാദമുണ്ട്. എന്നാൽ ഈ കപട ലോകത്ത് ശരിക്കും സ്നേഹിക്കുന്നവരെ പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ മനുഷ്യർ തമ്മിൽ പലപ്പോഴും ഒരൊറ്റ വാക്കുകൊണ്ടൊക്കെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അകൽച്ച സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പിന്നീട് 1000 നല്ല വാക്കുകൾ കൊണ്ട് എത്ര ശ്രമിച്ചാലും അകന്നുപോയവർ തമ്മിൽ അടുക്കാനാണ് ഏറ്റവും പ്രയാസം. അണ്ണൻ്റെ വരികളൊക്കെ നല്ലതാണ്. അപ്പോൾ ബോധവും വിവരമൊക്കെ ഉള്ളൊരുത്തനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി നമ്മൾ അണ്ണൻ്റെ പോസ്റ്റുകൾ പരിശോധിക്കുമ്പോഴത്തേനും അതിനകത്ത് ഷാജി പാപ്പൻ NDVL എന്ന് പറയുന്നൊരു ആൾ കുറേ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടൊരു സാധനം ഇടുന്നുണ്ട്. നിൻ്റെ പുറകിൽ ഞങ്ങളുണ്ട്, നിന്നെ ഞങ്ങൾ പൂട്ടും. എന്തിനാണ് പൂട്ടുന്നത്? അപ്പോൾ എന്തൊക്കെയോ പ്രശ്നം പുള്ളിക്കാരൻ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്നറിയില്ല. അത് മാത്രമല്ല, ഇദ്ദേഹം 12/4 പബ്ലിക്കായിട്ടൊരു പുതിയ പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. പക മാത്രം, ഇനി പ്രണയമില്ല, നിന്നെ ഞാൻ എവിടെ എത്തിക്കുമെന്ന് കാണിച്ചു തരാം. നിൻ്റെ ഇതുവരെയുള്ള സൗഭാഗ്യമൊക്കെ തീർന്നു. സുഹൃത്തെ സന്തോഷ, താങ്കളുടെയും സൗഭാഗ്യമെല്ലാം തീർന്നു. താങ്കളും ഇനി ജയിലിൽ കിടന്നു ഉണ്ട തിന്നാം. അല്ലാതെ വേറൊരു സംഭവം ഇവിടെ നടക്കത്തില്ല. ഇത് അയ്യപ്പനും കോശിയുടെയും പ്രൊഫൈൽ പിക്ചറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതാണല്ലോ ഒന്ന് പറഞ്ഞ് 2 തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനം. അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകും നമ്മുടെ നാടിൻ്റെ പോക്കിത് എങ്ങോട്ടാണ്. അതായത് ഒരു
പുരുഷനും സ്ത്രീയും താമസിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കിട്ടേക്ക് മറ്റൊരാൾ കയറി വരുന്നു, ഇവർക്ക് തമ്മിൽ അഭീതം ഉണ്ടാക്കുന്നു, ആ പേരിൽ കൊല്ലുന്നു. സുഹൃത്തെ, ഇതിനൊക്കെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ആ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഡൈവേഴ്സ് ചെയ്ത് നിയമപരമായി ബന്ധം വേർപെട്ടിട്ട് തിരിച്ചു വരിക. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടിന് കൊലപാതകമൊക്കെയാണ്. ഇത്രയും നാൾ 2K കിഡാണ് എല്ലാത്തിനും കൊന്നുകൊണ്ടിരുന്നത്, എല്ലാ പ്രശ്നത്തിനും കാരണമെന്നായിരുന്നു. ഇപ്പോൾ അമ്മാവന്മാരും തുടങ്ങിയിട്ടുണ്ട് ഇമാതിരി പരിപാടികളെല്ലാം. കൊള്ളാം. ഈ പോക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റേ ജനസാന്ദ്രത അധികം താമസിക്കാതെ കുറയും. അതായത് ജനങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർത്ത് താമസിക്കുന്നു എന്നുള്ള നമ്മുടെ നാടിൻ്റെ ശാപം ഇങ്ങനത്തെ കുറച്ച് ആളുകൾ തീർത്തോളും. കൊള്ളാം. ഏതായാലും അടിച്ച് പെരുത്ത് വെളിവില്ലാതെ ചെയ്താണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് ആ ആളെ വധിക്കണം, ആ ആളെ തകർക്കണം, തീർക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർ തലച്ചോറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിക്കുക. രണ്ടുപേരും അഭീതം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ഏതിലേലും പുല്ലി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരാളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ ഈ ഒരാളുടെ ഇപ്പോൾ എല്ലാവരുടെയും ജീവിതം പോയേ, ആ മറ്റേ മരിച്ച ആളുടെ ജീവിതം പോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതം പോയി, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അച്ഛനെ പോയി. താങ്കൾ ഇനി ശിഷ്ടകാലം ജയിലിൽ ഞം ചെയ്ത് ജീവിക്കാം. താങ്കളുടെ ജീവിതം പോയി. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്തായാലും കൊള്ളാം. നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ നിയമങ്ങളുടെ പരിരക്ഷ മൂലം ഇദ്ദേഹം ഇനി ഒരു പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കാൻ കൂടെ വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ തോക്ക് കളഞ്ഞു പോയത് കിട്ടിയിട്ടില്ല. തോക്കൂടെ കിട്ടട്ടെ. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ചേട്ടൻ അടിച്ച് കിറങ്ങി നഗരം മഹാസാഗര സെറ്റപ്പ് ഇരിക്കുകയാണ്. ചേട്ടന് ബോധം വന്നെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റൂ. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം, എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരാം. ബൈ.